Good morning to all. Good morning. Good morning. Good morning, ma'am. Good morning. Morning, ma'am. Blood bank. Blood Blood bank. bank. Okay. ഓർഗാനോഗ്രാം ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഓർഗാനോഗ്രാം. ഓർഗാനോഗ്രാം നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ നോട്ടിലോട്ട്? Yes, ma'am. ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ ക്ലിയർ ആയിരുന്നോ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ബ്ലഡ് ബാങ്ക് എന്താണെന്ന് പറഞ്ഞു അല്ലെ? ബ്ലഡ് ബാങ്ക് പറഞ്ഞു, മെയിൻ ഫങ്ഷൻസ് പറഞ്ഞു, ആൻഡ് ലൊക്കേഷൻ പറഞ്ഞു അല്ലെ? ഇത്രയും കാര്യങ്ങൾ ഓർഗാനോഗ്രാമും പറഞ്ഞു അല്ലെ? അപ്പൊ അതിൽ അടുത്തത് എന്താണെന്ന് നോക്കിയേ. വാട്ട് ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിങ്? എന്തൊക്കെ ടെസ്റ്റുകളാണ് ബ്ലഡ് ബാങ്കിങ്ങിൽ ചെയ്യുന്നത് അല്ലെ? എന്തൊക്കെ ടെസ്റ്റുകളാണെന്ന് നോക്കിയേ. A certain set of preliminary tests are done in the lab once blood is donated. ഓക്കെ. അപ്പൊ ഒരു പ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കിട്ടിയ ബ്ലഡിനെ എന്ത് ചെയ്യുന്നു? ലാബില് ചില പ്രിലിമിനറി ടെസ്റ്റുകളിലൂടെ കടത്തിവിടുന്നു അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, കുറച്ച് ചില ടെസ്റ്റുകളിലൂടെയാണ് ഈ ബ്ലഡ് കടത്തിവിട്ടതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? ട്രാൻസ്ഫ്യൂഷൻ നടത്തുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ ഇവിടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കിട്ടുന്ന ബ്ലഡിനെ ലാബിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ചില പ്രിലിമിനറി ടെസ്റ്റുകൾ നടത്തുന്നു. ഏതൊക്കെയാണ് ആ ടെസ്റ്റുകൾ എന്ന് നോക്കിയേ. ടൈപ്പിംഗ് ഫസ്റ്റ് വൺ ആണ് ടൈപ്പിംഗ് എന്ന് പറയുന്നത്. എന്താണ് ടൈപ്പിംഗ് എന്ന് നോക്കിക്കേ. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്സ്, എത്ര ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട്? നമുക്ക് 4 ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലെ? ഏതൊക്കെയാ? എ, ബി, എ ബി ആൻഡ് ഒ അല്ലെ? 4 ബ്ലഡ് ഗ്രൂപ്പ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? എ, ബി, എ ബി ആൻഡ് ഒ. 4 ബ്ലഡ് ഗ്രൂപ്പ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾ നോട്ട് എടുത്തേ. നോട്ടില് ഒരു 5 കോളവും 5 റോസും ഉള്ള ഒരു ബോക്സ് വരച്ചേ. 5 റോസും 5 കോളംസും. ഓക്കെ. നോട്ടിൽ ഒരു ബോക്സ് വരയ്ക്കുക. 5 കോളംസും 5 റോസും ഉള്ള ഒരു ബോക്സ് വരച്ചേ. അതിൽ ഫസ്റ്റ് കോളത്തില് ഏറ്റവും മുകളിലായിട്ട് എന്ത് എഴുതുക? ഗ്രൂപ്പ്സ് എന്ന് എഴുതുക. ഗ്രൂപ്പ്സ്, GROUP, ഗ്രൂപ്പ്സ് എന്ന് എഴുതുക. ഗ്രൂപ്പ്. ഓക്കെ. ഫസ്റ്റ് കോളത്തില് ഗ്രൂപ്പ് എന്ന് എഴുതുക. ദെൻ സെക്കൻഡ് കോളത്തിൽ എഴുതുക ആന്റിജൻ. ആന്റിജൻ, ANTIGEN, ആന്റിജൻ, ANTIGEN, ആന്റിജൻ. ഫസ്റ്റ് ഗ്രൂപ്പില് ഫസ്റ്റ് കോളത്തില് ഗ്രൂപ്പ് എന്ന് എഴുതുക. സെക്കൻഡ് കോളത്തില് ആന്റിജൻ എന്ന് എഴുതുക. തേർഡ് കോളത്തില് ആന്റിബോഡി, ANTIBODY, ANTIBODY, ആന്റിബോഡി എന്ന് എഴുതുക. അപ്പൊ ഗ്രൂപ്പ്, ആന്റിജൻ, ആന്റിബോഡി ആയി അല്ലെ? ഇനി 4ാമത്തെ കോളത്തിൽ എന്ത് എഴുതുക? ഡോണർ, DONOR, ഡോണർ, DONOR. Then 5th കോളത്തിൽ എഴുതിയേ റെസിപ്പിയന്റ്, RECIPIENT, റെസിപ്പിയന്റ്, RECIPIENT, റെസിപ്പിയന്റ്. ഓക്കെ. ആ 5 കോളംസിൽ എഴുതിയില്ലേ എന്തൊക്കെയാ? ആദ്യത്തെ കോളത്തില് ഗ്രൂപ്പ്, 2ാമത്തെ കോളത്തില് ആന്റിജൻ, 3ാമത്തെ കോളത്തില് ആന്റിബോഡി, 4ാമത്തെ കോളത്തില് ഡോണർ, 5ാമത്തെ കോളത്തില് റെസിപ്പിയന്റ്. ഓക്കെ. ഇനി ഗ്രൂപ്പിന്റെ താഴേക്ക് എഴുതിയ ഗ്രൂപ്പ് എന്ന് പറയുന്ന കോളത്തില് താഴേക്ക് എത്ര ഗ്രൂപ്പ്സ് ആണെന്നാണ് നമ്മൾ പഠിച്ചത്? 4 ഗ്രൂപ്പ് അല്ലെ? 4 ഗ്രൂപ്പ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? A, B, AB ആൻഡ് O. ഒന്ന് താഴോട്ട് എഴുതിയേ. A, അതിന് താഴെ B എഴുതുക,
അതിന് താഴെ AB എഴുതുക, അതിന് താഴെ എന്ത് എഴുതുക? O എഴുതുക. AB and O. ഓക്കെ, അപ്പൊ A എഴുതി, B എഴുതി, അതിന് താഴെ എന്ത് ചെയ്ത? ABO. അങ്ങനെ 4 ഗ്രൂപ്പ്സുകൾ ആ ഗ്രൂപ്പിന്റെ താഴെയായിട്ട് എഴുതി അല്ലെ. ഇനി ഓരോ ഗ്രൂപ്പിലെയും ആന്റിജൻ ഏതൊക്കെയാണ്, ആന്റിബോഡി ഏതൊക്കെയാണ്, ഇനി ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ഡോണറിൽ വരുന്നത്. ഇനി ആരിൽ നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും, അതാണ് റെസിപ്പിയൻസിൽ വരുന്നത് കേട്ടോ. അപ്പൊ അതില് എ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എടുക്കാം. ഇനി എ എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ആന്റിജൻ എന്തായിരിക്കും? ആന്റിജൻ എന്ന് പറയുന്നത് എന്താണ്? ആന്റിജൻ എന്ന് പറയുന്നത് എന്താണ്? രക്തഗ്രൂപ്പുകൾ നിർണയിക്കുന്ന ഘടകങ്ങളാണ് ആന്റിജനുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ആന്റിജൻ എന്താണ്, ആന്റിബോഡി എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങൾക്ക് വരില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. എന്താണ് ആന്റിജൻ അല്ലെങ്കിൽ എന്താണ് ആന്റിബോഡി എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറില്ല. അപ്പൊ ആന്റിജൻ എന്ന് പറഞ്ഞാല് രക്തഗ്രൂപ്പുകൾ നിർണയിക്കുന്ന ഘടകങ്ങളാണ് ആന്റിജൻസ് എന്ന് പറയുന്നത്. എന്നാൽ നേരെ തിരിച്ചാണ് ആന്റിബോഡീസ്. എന്താ? ആന്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളാണ് ആന്റിബോഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രക്തഗ്രൂപ്പുകൾ നിർണയിക്കുന്ന ഘടകങ്ങളാണ് ആന്റിജൻ എന്ന് പറയുന്നത്. ഇനി ആന്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളാണ് ആന്റിബോഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, ആന്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീൻസ് ആണ് ആന്റിബോഡി. രക്തഗ്രൂപ്പുകളെ നിർണ്ണയിക്കുന്ന ഘടകമാണ് ആന്റിജൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ഗ്രൂപ്പ് എടുക്കാം, എ എന്ന് പറയുന്ന ഗ്രൂപ്പ് എടുക്കാം. അതില് ഫസ്റ്റ് ആന്റിജൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ആ കോളത്തില് ആന്റിജൻ ഏതൊക്കെയാണ്, എ എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ആന്റിജൻ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആന്റിജനെ നമ്മൾ പ്രധാനമായിട്ടും ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് കേട്ടോ ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് നമ്മൾ ആന്റിജൻ എഴുതാറ്. ആന്റിബോഡി ആണെങ്കിൽ സ്മോൾ ലെറ്റേഴ്സിലാണ് എഴുതാറ്. ഓക്കെ, അപ്പോ ആന്റിജൻ എന്ന് പറയുന്നത് എന്താണെന്നാ പറഞ്ഞത്? രക്തഗ്രൂപ്പുകൾ നിർണ്ണയിക്കുന്ന ഘടകമാണ്. ആന്റിജൻസ് പ്രധാനമായും എയും ബിയും ഉണ്ട്. എയും ബിയും ഉണ്ട്. ആന്റിജൻസ് എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ഓരോന്നിലും വരുന്നതിനനുസരിച്ചാണ് ഈ ബ്ലഡ് ഗ്രൂപ്പ് എ ആണോ, ബി ആണോ, എ ബി ആണോ, ഒ ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ ആന്റിജൻ എയുടെ അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിന്റെ ആന്റിജൻ ഏതാണെന്ന് നോക്കാം. അപ്പൊ ആന്റിജനും ആന്റിബോഡിയും ഈ ഇതുണ്ടല്ലോ അല്ലെ, 2 ടേംസ് ഉണ്ട്. ഈ ആന്റിജൻ എന്ന് പറയുന്നത് രക്തഗ്രൂപ്പുകൾ നിർണ്ണയിക്കുന്ന ഘടകമാണെങ്കിൽ ആന്റിബോഡി എന്താണ്? അതിനെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീൻ ആണ് അല്ലെ. അപ്പൊ ഇത് രണ്ടും കൂടി എങ്ങനെ ആവാൻ പാടില്ല? ഒരുപോലെ ആവാൻ പാടില്ല അല്ലെ. അപ്പൊ ഒരു ബ്ലഡ് ഗ്രൂപ്പിൽ എപ്പോഴും ആന്റിജനും ആന്റിബോഡിയും എങ്ങനെയായിരിക്കും? വ്യത്യസ്തമായിരിക്കണം. ഓക്കെ, അങ്ങനെ സെയിം ആയാൽ എന്താ പറ്റുക? അവിടെ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻസ് നടക്കുകയും എന്താണ്? അഗ്ലൂട്ടിനേഷൻ അല്ലെങ്കിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ രക്തം കട്ടപിടിക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു ബ്ലഡ് ഗ്രൂപ്പില് ആന്റിജനും ആന്റിബോഡിയും എങ്ങനെയായിരിക്കും? വ്യത്യസ്തമായിരിക്കും, ഒരിക്കലും സിമിലർ ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ ആന്റിജൻ എയുടെ അല്ലെങ്കിൽ ആന്റിജൻ എ എന്ന് പറയുന്നത് എയുടെ ആന്റിജൻ ആണ്. ഓക്കെ, എ ഗ്രൂപ്പിന്റെ ആന്റിജൻ എന്ന് പറയുന്നത് ഏതാണ്? എ ആണ്. നോട്ട് ചെയ്തേ, ആന്റിജൻ എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിന്റെ ആന്റിജൻ ഏതാണെന്ന് എഴുതിയേ? എ, ക്യാപിറ്റൽ എ ആണ്. അപ്പൊ അവിടുത്തെ ആന്റിബോഡി ഏതായിരിക്കും? ആന്റിബോഡി ഏതായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ, ബി ആയിരിക്കും. ഓക്കെ, ആന്റിജനും ആന്റിബോഡിയും ഒരിക്കലും ഒരു ഗ്രൂപ്പില് സെയിം വരാൻ പാടില്ല. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. എയുടെ ആന്റിജൻ ഏതാണ്? എ ആണ്. എന്നാൽ അതിന്റെ ആന്റിബോഡി എന്ന് പറയുന്നത് ബി ആയിരിക്കും. ഓക്കെ, ആന്റിജനെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക, ആന്റിബോഡിയെ സ്മോൾ ലെറ്ററിൽ എഴുതുക. നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതുന്നത് കേട്ടോ. അപ്പൊ ഇനി ബിയുടെ കേസ് എടുത്തേ. ബിയുടെ ആണെങ്കിൽ ബിയുടെ എയുടെ ആന്റിജൻ എ ആണ് അല്ലെ. അപ്പൊ ബിയുടെ ആന്റിജൻ ഏതായിരിക്കും? ബി ആയിരിക്കും അല്ലെ. ബിയുടെ ആന്റിജൻ ബി ആയിരിക്കും. ബിയുടെ ആന്റിബോഡി ഏതായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ, എ ആയിരിക്കും. ബിയുടെ ആന്റിബോഡി ഏതായിരിക്കും? എ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ബ്ലഡ് ഗ്രൂപ്പ് എ ബി അല്ലെ. എ ബിക്ക് ഏതൊക്കെയാണ് ബ്ലഡ് ആന്റിജൻസ് ഉള്ളത്? എയും ഉണ്ടാവും, ബിയും ഉണ്ടാവും കേട്ടോ. അപ്പൊ ആന്റിജൻ എയും ബിയും ഉള്ളത് ആർക്കാണ്? എ ബിക്കാണ്. അപ്പൊ എ ബിയുടെ ആന്റിജന്റെ താഴെ ഗ്രൂപ്പിൽ ആ കോളത്തിൽ എഴുതുക, എയും ഉണ്ട്, ബിയും ഉണ്ട് ആന്റിജൻ. ഓക്കെ, ദെൻ എന്താണ്? ആന്റിബോഡി എ ബിക്ക് ഇല്ല. ഓക്കെ, എ ബിക്ക് ആന്റിബോഡി ഇല്ല. ആന്റിജൻ ഉണ്ട്, എയും ബിയും എന്ന് പറയുന്ന ആന്റിജൻ ഉണ്ട്, എന്നാൽ ആന്റിബോഡി ഇല്ല. അവിടെ എന്താണ്? നിൽ എന്ന് എഴുതുക കേട്ടോ, അല്ലെങ്കിൽ ഒരു ഡാഷ് ഇടോ അല്ലെങ്കിൽ നിൽ എന്ന് എഴുതി വെക്കുക.
ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടെ അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരാം, എന്താണ് ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഏതാണ് ബ്ലഡ് ഗ്രൂപ്പ്? എ ബി ആണ് അല്ലെ. ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് എ ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. ദെൻ ഓ, അടുത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? ഓ എടുക്കുക. ഓയ്ക്ക് എന്താണ്? ആന്റിജൻ ഇല്ല. ഓയ്ക്ക് ആന്റിജൻ ഇല്ല. ആന്റിബോഡി ഇല്ലാത്തത് ഏതിനായിരുന്നു? എ ബിക്ക്. ഓയിൽ എന്താണ്? അതിന് ആന്റിജൻ ആണ് ഇല്ലാത്തത്. അപ്പൊ അവിടെയും ഒരു ക്വസ്റ്റ്യൻ വന്നൂടെ, ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നും ചോദിക്കാം അല്ലെ. അപ്പൊ ഓയ്ക്ക് എന്താണ് ഇല്ലാത്തത്? ആന്റിജൻ ഇല്ല. അപ്പൊ ഇവിടെ എന്ത് എഴുതുക? നിൽ എഴുതുക. ഇനി ആന്റിബോഡിയുടെ കോളം എടുത്തേ. ആന്റിബോഡിയുടെ കോളത്തില് ഓയ്ക്ക് നേരെ എന്ത് ചെയ്താ? ഓയ്ക്ക് ആന്റിജൻ ആണ് ഇല്ലാത്തതുള്ളൂ, പക്ഷെ ആന്റിബോഡി ഉണ്ട്. രണ്ട് ആന്റിബോഡീസും ഉണ്ട്. ഏതൊക്കെയാ? എയും ഉണ്ട്, ബിയും ഉണ്ട്. ഓക്കെ, എയും ഉണ്ട്, ബിയും ഉണ്ട്. ഓയ്ക്ക് നേരെ ആന്റിബോഡിയിൽ എഴുതുക. എയും ഉണ്ട്, ബിയും ഉണ്ട്. ഓക്കെ, അപ്പൊ ഒന്നും കൂടി ശ്രദ്ധിച്ച് കിട്ടാത്തവര്, 4 ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ എഴുതി അല്ലെ. ഗ്രൂപ്പിന് താഴെ എ എഴുതി, ബി എഴുതി, എ ബി എഴുതി, ഒ എഴുതി അല്ലെ. ആ 4 ബ്ലഡ് ഗ്രൂപ്പിനും നേരെ എയുടെ ആന്റിജൻ ഏതാണ്? എ തന്നെയാണ്. ബിയുടെ ആന്റിജൻ ഏതാണ്? ബി തന്നെയാണ്. എ ബിയുടെ ആന്റിജനോ? എയും ഉണ്ട്, ബിയും ഉണ്ട് അല്ലെ. ഇനി ഓയ്ക്ക് ആണെങ്കിലോ ആന്റിജൻ ഇല്ല. ദെൻ നേരെ തിരിച്ച് ആന്റിബോഡിയുടെ കോളം നോക്കി. എയുടെ ആന്റിബോഡി ഏതാണ്? ബി ആണ്. ബിയുടെ ആന്റിബോഡി ഏതാണ്? എ ആണ് അല്ലെ. ഓപ്പോസിറ്റ് ആണ് വരിക. ദെൻ എ ബിക്ക് ആന്റിബോഡി ഉണ്ടോ? ഇല്ല, നീലാണ് അല്ലെ. ദെൻ ഓയ്ക്ക് ആണെങ്കിലോ ആന്റിബോഡി രണ്ടും ഉണ്ട്. എയും ഉണ്ട്, ബിയും ഉണ്ട്. ക്ലിയർ? ദെൻ അടുത്ത കോളം ഏതാണ് പറയുന്നത്? 4th കോളത്തില് ഡോണർ അല്ലെ. ഡോണറും 5th കോളം ഏതാണ്? റെസിപ്പിയന്റും. അപ്പൊ ഈ ഡോണർ എന്ന് പറയുന്ന കോളത്തില്, അതായത് ഇപ്പൊ ഈ എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് എടുക്കാം. അപ്പൊ ആ ഒരു എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിന് ആർക്കൊക്കെ, ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പുകൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഡോണറിൽ വരുന്നത്. ഓക്കെ, ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ആ ബ്ലഡ് ഗ്രൂപ്പ് എക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മള് ഈ ഡോണർ എന്ന് പറയുന്ന കോളത്തിൽ എഴുതുന്നത്. അപ്പൊ ഇതിന് പ്രധാനമായിട്ടും 2 കണ്ടീഷൻസ് ഉണ്ട്. അതിലിപ്പോ ഡൊണേറ്റ് ചെയ്യുന്ന കേസിലാണെങ്കിൽ നമ്മുടെ ബ്ലഡിലുള്ള ആന്റിജൻ ഉള്ളവർക്ക് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബ്ലഡിലുള്ള ആന്റിജൻ ഉള്ള ആർക്ക് വേണമെങ്കിലും നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ കോളം ഒന്ന് നോക്കിക്കുക. ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട്, ഇപ്പൊ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ആണെന്ന് വിചാരിക്കാം. എനിക്ക് ഏത് ആന്റിജൻ ആണുള്ളത്? എ എന്ന് പറയുന്ന ആന്റിജൻ ഉണ്ട് അല്ലെ. അപ്പൊ എ എന്ന് പറയുന്ന ആന്റിജൻ ഉള്ള ഏതൊരു ബ്ലഡ് ഗ്രൂപ്പിനും എനിക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പുകളാണ് എ എന്ന് പറയുന്ന ആന്റിജൻ ഉള്ളത്? എ എന്ന് പറയുന്ന ആന്റിജൻ ഉള്ള ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്? എയും ഉണ്ട്, എ ബിയും ഉണ്ട് അല്ലെ. എയും ഉണ്ട്, എ ബിയും ഉണ്ട്. ആന്റിജൻ രണ്ടിലും വരുന്നില്ലേ? എയും ഉണ്ട്, എ ബിയും ഉണ്ട് അല്ലെ. അപ്പൊ എയുടെ നേരെ ഡോണറിന് താഴെ എഴുതിക്കോ. എ കോമ എ ബി, എ കോമ എ ബി എഴുതുക. അടുത്തത് ബിയുടെ കേസ് നോക്കിയേ. ബിയിൽ എന്താണ്? ബിയിലുള്ള ആന്റിജൻ ഉള്ളവർക്ക്, ആന്റിജൻ ഉള്ള ഏതൊരു ഗ്രൂപ്പിനും എന്താ ബി എന്ന് പറയുന്ന ആന്റിജൻ അല്ലെ. ബി ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ആന്റിജൻ ബി ആണ്. അപ്പൊ ബി ആന്റിജൻ ഉള്ള ഏത് ഗ്രൂപ്പുകൾക്കും ഈ ബി ഗ്രൂപ്പുകാർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ബി എന്ന് പറയുന്ന ആന്റിജൻ ആരിലൊക്കെയാണുള്ളത്? ഏതൊക്കെ ഗ്രൂപ്പിലാണുള്ളത്? ബിക്കും ഉണ്ട്, എ ബിക്കും ഉണ്ട്. ശരിയാണ്, ബിക്കും ഉണ്ട്, എ ബിക്കും ഉണ്ട് അല്ലെ. അപ്പൊ ബിയുടെ നേരെയും ഡോണറുടെ ആ ഒരു കോളത്തിൽ എഴുതുക ബി കോമ എ ബി. എ ബിയുടെ കേസ് നോക്കിയേ. എ ബിക്ക് 2 ആന്റിജനും ഉണ്ട് അല്ലെ. എയും ഉണ്ട്, ഡിയും ഉണ്ട്. ആ 2 ആന്റിജനുമുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും ഉണ്ടോ 2 എണ്ണവും ഉള്ളത്? ഇല്ല അല്ലെ. അപ്പൊ എ ബിക്ക് ആർക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? എ ബിക്ക് മാത്രമേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എ ബിയുടെ നേരെ ഡോണറിന് താഴെ എഴുതുക എ ബി. ഓക്കെ ആന്റിജൻ ഉണ്ടോ? ഇല്ല അല്ലെ. ഓക്കെ ആന്റിജൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഓ എന്ന് പറയുന്നതിന് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും? ആന്റിജൻ ഇല്ല. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. സോ ഓക്കെ ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യും? ഈ 4 ബ്ലഡ് ഗ്രൂപ്പുകാർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം? ഓയുടെ കീഴില് ഓയ്ക്ക് ഡൊണേറ്റ് ചെയ്യാം അല്ലെ. ഓയ്ക്ക് തന്നെ ഡൊണേറ്റ് ചെയ്യാം, എക്ക് ഡൊണേറ്റ് ചെയ്യാം, ബിക്ക് ഡൊണേറ്റ് ചെയ്യാം, എ ബിക്ക് ഡൊണേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ 4 ബ്ലഡ് ഗ്രൂപ്പുകാർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആരാണ്? ഓ ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഓ എന്താണ് പറയുന്നത്? യൂണിവേഴ്സൽ ഡോണർ അല്ലെ. സാർവത്രിക
ദാതാവ് എന്നറിയപ്പെടുന്നു. യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആരാണ്? O ഗ്രൂപ്പ് ആണ്. അപ്പൊ ഓയുടെ നേരെ ഏതാണ്? 4 ബ്ലഡ് ഗ്രൂപ്പുകൾക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റുന്ന അല്ലെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് O ആണ്. സോ അതുകൊണ്ടാണ് അതിനെ എന്താണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് വിളിക്കുന്നത്. ഞാൻ അടുത്ത ലാസ്റ്റ് കോളം നോക്കിയേ, ഏതാണ്? റെസിപ്പിയന്റിന്റെ കോളം ആണ് അല്ലെ. റെസിപ്പിയൻസ് എന്ന് പറയുന്ന ആരാണ്? റെസിപ്പിയന്റ് സ്വീകരിക്കുന്ന അല്ലെ ബ്ലഡ് സ്വീകരിക്കാൻ കഴിയുന്ന ആരിൽ നിന്നൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പൊ ഇപ്പൊ എ എന്ന് പറയാം, അതിനും ഒരു കണ്ടീഷൻ ഉണ്ട്. ഇതിനൊക്കെ ഓരോ നിയമങ്ങളുണ്ട്. ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിന് ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്, ബ്ലഡ് സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിലെ ആന്റിജൻ മാത്രമുള്ളവരിൽ നിന്ന് നമുക്ക് ബ്ലഡ് സ്വീകരിക്കാം. അതായത് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിൽ എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പില് ഏത് ആന്റിജൻ ഉള്ളൂ? എ മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ആ ആന്റിജൻ മാത്രമുള്ളവരിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എ എന്ന് പറയുന്ന ആന്റിജൻ ഉള്ള മറ്റ് എ എന്നും പറയുന്ന മാത്രം ആന്റിജൻ ഉള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? അതില് വേറെ ആരെങ്കിലും ഉണ്ടോ? എ മാത്രമേ ഉള്ളൂ അല്ലെ. എ എന്ന് പറയുന്ന ആന്റിജൻ മാത്രമുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏത് മാത്രമേ ഉള്ളൂ? എ മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ഈ ആരിൽ നിന്ന് ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും? എയിൽ നിന്ന് സ്വീകരിക്കാം. ഓക്കെ. രണ്ടാമത്തെ ഒരു കണ്ടീഷൻ പറയുന്നത്, ആന്റിജൻ ഇല്ലാത്തവരിൽ നിന്നും സ്വീകരിക്കാൻ പറ്റും. ആന്റിജൻ ഇല്ലാത്തത് ആരാണ് നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളത്? ആരാണ് ആന്റിജൻ ഇല്ലാത്തത്? ആരാണുള്ളത്? O ആണ് അല്ലെ. ശരിയാണ്, O ആണ്. അപ്പൊ എക്ക് ആരിൽ നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും? എയിൽ നിന്നും സ്വീകരിക്കാൻ പറ്റും, Oയിൽ നിന്നും സ്വീകരിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ റെസിപ്പിയന്റ് എയുടെ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിന്റെ റെസിപ്പിയൻസിൽ വരുന്നത് ആരൊക്കെയാണ്? എയും ഉണ്ട്, ഓയും ഉണ്ട്. ബിയുടെ കേസ് എടുത്തു നോക്കിയേ. ബി എന്ന് പറയുന്ന ആന്റിജൻ ഉള്ളവരിൽ നിന്ന് മാത്രം, ബി എന്ന് പറയുന്ന ആന്റിജൻ മാത്രമുള്ളവരിൽ നിന്ന്. അപ്പൊ ആരാണ്? ബി എന്ന് പറയുന്ന ഗ്രൂപ്പിന് ബിയിൽ നിന്ന് സ്വീകരിക്കാം അല്ലെ. അല്ല അതത് എന്താ വേറെ ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ? ബി മാത്രമുള്ളത് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. മറിച്ച് എന്താണ്? ആന്റിജൻ ഇല്ലാത്ത ഒരാളുണ്ട് അല്ലെ. ആരാണ്? O ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ബിയുടെ കേസ്? ആരിൽ നിന്നൊക്കെ റിസീവ് ചെയ്യാൻ പറ്റും? ബിയിൽ നിന്നും ഓയിൽ നിന്നും അല്ലെ. റെസിപ്പിയന്റിൽ ഏതാ? ബിയും ഓയും. എ ബിയുടെ കേസ് എടുത്തേ. എ ബിയുടെ കേസ് നോക്കിയേ. എ ബിക്ക് ഏതൊക്കെയാണ് ആന്റിജൻസ് ഉള്ളത്? എയും ഉണ്ട്, ബിയും ഉണ്ട് അല്ലെ. എയും ബിയും ഉണ്ട്. അപ്പൊ രണ്ടും ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് എക്ക്? ഏത് ആന്റിജൻ ഉള്ള ആരൊക്കെയുണ്ട്? എ എന്ന് പറയുന്ന ആന്റിജൻ ഉള്ള ആരുണ്ട്? എ ഉണ്ട് അല്ലെ. എന്നാൽ ബി എന്ന് പറയുന്ന ആന്റിജൻ ഉള്ള ആരുണ്ട്? ബിയും ഉണ്ട്. യൂണിവേഴ്സൽ ഡോണർ ആയിട്ടുള്ള O ഉണ്ട്. കാരണം എന്താ? അതിന് ആന്റിജൻ ഇല്ല. അപ്പൊ എ ബിക്ക് 4 പേരിൽ നിന്നും, ഈ 4 ഗ്രൂപ്പിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ എ ബിയുടെ നേരെ റെസിപ്പിയൻസിൽ ഈ 4 ബ്ലഡ് ഗ്രൂപ്പ് ഒന്ന് എഴുതി വെച്ചേ. എ ബി, എ ബി ആൻഡ് O 4 ബ്ലഡ് ഗ്രൂപ്പുകളിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ എ ബിയെ എന്ത് പറയുന്നു? യൂണിവേഴ്സൽ റെസിപ്പിയന്റ്, അതായത് സാർവത്രിക സ്വീകർത്താവ് എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത് കേട്ടോ. ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആണ് പറഞ്ഞത്. എന്താണ്? യൂണിവേഴ്സൽ ഡോണർ പറഞ്ഞു, യൂണിവേഴ്സൽ റെസിപ്പിയന്റ് പറഞ്ഞു, പിന്നെ ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് പറഞ്ഞു, ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് പറഞ്ഞു അല്ലെ. ഇനി ഓയുടെ കേസ് നോക്കിയേ. ആരിൽ നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാം? ആരിൽ നിന്നൊക്കെ സ്വീകരിക്കാം? ആന്റിജൻ എന്ന് പറയുന്നത് ഓയ്ക്കില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആന്റിജൻ ഇല്ലാത്ത മറ്റേതെങ്കിലും ഗ്രൂപ്പ് ആരാണുള്ളൂ? O തന്നെ ഉള്ളൂ. അപ്പൊ ഓയ്ക്ക് ഓയിൽ നിന്ന് മാത്രമേ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ? അപ്പൊ ഒന്ന് നോക്കിയേ. ആ ബോക്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് എഴുതി ചേർത്തെ. ഞാനൊന്ന് ജസ്റ്റ് വായിക്കാം. ഏതൊക്കെയാണ് ഗ്രൂപ്പിന്റെ കീഴെ നമ്മൾ ഏതൊക്കെ എഴുതി? എ എഴുതി, ബി എഴുതി, എ ബി എഴുതി, O എഴുതി അല്ലെ. ഇനി എയുടെ ആന്റിജൻ A ആണ്, ബിയുടെ ആന്റിജൻ ഏതാ? B ആണ്. എ ബിക്ക് 2 ആന്റിജൻസും ഉണ്ട് അല്ലെ. എയും ഉണ്ട്, ബിയും ഉണ്ട്. O ആണെങ്കിലോ ആന്റിജൻ ഇല്ല, നില്ലാണ് അല്ലെ. ആന്റിബോഡിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ എയുടെ ആന്റിബോഡി B ആണ്, ബിയുടെ ആന്റിബോഡി ഏതാ? A ആണ്. ആൻഡ് എ ബിക്ക് ആന്റിബോഡി ഉണ്ടോ? ഇല്ല, നില്ലാണ്. ഓയ്ക്ക് ആണെങ്കിലോ ആന്റിബോഡീസ് ഉണ്ട് അല്ലെ. എയും ഉണ്ട്, ബിയും ഉണ്ട്. റെസിപ്പിയൻസ് ഡോണറിന്റെയും റെസിപ്പിയന്റെയും ഗ്രൂപ്പ് നോക്കിയേ. ഡോണറില് എ എന്ന് പറയുന്ന ഗ്രൂപ്പിന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആർക്കൊക്കെയാണ്? എക്കും ഡൊണേറ്റ് ചെയ്യാം, എ ബിക്കും ഡൊണേറ്റ് ചെയ്യാം. ബി എന്ന് പറയുന്ന ഗ്രൂപ്പിന് ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം? ബിക്കും ഡൊണേറ്റ് ചെയ്യാം, എ ബിക്കും ഡൊണേറ്റ് ചെയ്യാം.
ദെൻ എ ബി ഗ്രൂപ്പിനാണെങ്കിലോ എ ബിക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഓ ഗ്രൂപ്പിനാണെങ്കിലോ ഈ 4 ഗ്രൂപ്പുകാർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം അല്ലെ. എക്ക് ഡൊണേറ്റ് ചെയ്യാം, ബിക്ക് ഡൊണേറ്റ് ചെയ്യാം, എ ബിക്കും ഓയ്ക്കും ഡൊണേറ്റ് ചെയ്യാം. ഓക്കെ. ദെൻ റെസിപ്പിയൻസിന്റെ അടുത്ത് എക്ക് ആർക്കൊക്കെ ആരിൽ നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും? എയിൽ നിന്നും ഓയിൽ നിന്നും സ്വീകരിക്കാം. ദെൻ ബിയുടെ കേസ് എടുത്താലോ റെസിപ്പിയൻസിൽ വരുന്ന ആരാണ്? ബിയിൽ നിന്നും സ്വീകരിക്കാം, ഓയിൽ നിന്നും സ്വീകരിക്കാം. എ ബിയുടെ കേസ് ആണെങ്കിലോ എയിൽ നിന്നും ബിയിൽ നിന്നും എ ബിയിൽ നിന്നും ഓയിൽ നിന്നും സ്വീകരിക്കാം. ഈ 4 ഗ്രൂപ്പുകളിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഏത് മാത്രമേ ഉള്ളൂ? എ ബി മാത്രമേ ഉള്ളൂ അല്ലെ. ദെൻ ഓയുടെ കണ്ടീഷൻ ആണെങ്കിലോ ഓയ്ക്ക് ആന്റിജൻ ഇല്ല, അതുകൊണ്ട് ഓയ്ക്ക് ഓയിൽ നിന്നും മാത്രമേ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ക്ലിയർ ആയോ? എല്ലാ ബോക്സും ഫിൽ ആയോ? അപ്പൊ എന്താണ് ഇതിൽ 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? അതൊന്ന് എഴുതി വെച്ചേ. ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് എ ബി അല്ലെ. ഇനി ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഓ ആണ് അല്ലെ. ശരിയാണ്, ഓ ആണ്. അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുപോലെ തന്നെ മറ്റു 2 ക്വസ്റ്റ്യൻസ് ആണ്. യൂണിവേഴ്സൽ ഡോണർ ആരാണ്? യൂണിവേഴ്സൽ ഡോണർ ആരാണ് നമ്മൾ പഠിച്ചേല്? ഓ ശരിയാണ്, ഓ ആണ് യൂണിവേഴ്സൽ ഡോണർ. യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആരാണ്? യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എ ബി. ഓക്കെ. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക. 4 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് തന്നെ കിട്ടിയില്ലേ? അപ്പൊ നിങ്ങൾക്ക് ആന്റിജൻ എന്താണ്, ആന്റിബോഡി എന്താണെന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. പക്ഷെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം കേട്ടോ. അപ്പൊ യൂണിവേഴ്സൽ ഡോണർ ആരാണ്, യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആരാണ് നമുക്ക് എപ്പോഴും ഷുവർ ആയിട്ട് മിക്ക പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സിലും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് അത് മാറിപ്പോവാതെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. ദെൻ എന്താണ്? വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് റെയർ? ഏറ്റവും റെയർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും? ഏതായിരിക്കും? നിങ്ങളൊന്ന് ഗസ്റ്റ് ചെയ്ത് പറഞ്ഞേ. ഏറ്റവും റെയർ ആയിട്ടുള്ളത് ഏത് ഗ്രൂപ്പ് ആയിരിക്കും? എ ബി. എ ബി നെഗറ്റീവ് ആണ് കേട്ടോ. എ ബി നെഗറ്റീവ് ആണ്. ഏറ്റവും റെയറസ്റ്റ് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എ ബി നെഗറ്റീവ് ആണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എ ബി നെഗറ്റീവ് ആണ് ബ്ലഡ് ഗ്രൂപ്പ്. റെയർ ആയിട്ടുള്ള ഏറ്റവും റെയർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവ് ആണ് കേട്ടോ. ഓക്കെ. ദെൻ മോസ്റ്റ് കോമൺ ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും? മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന ബ്ലഡ് ഗ്രൂപ്പ് മോസ്റ്റ് കോമൺ, യെസ്, ഓ ഗ്രൂപ്പ് തന്നെയാണ്. അതിൽ ഓ പോസിറ്റീവ് ആണ് കേട്ടോ. ഓ പോസിറ്റീവ് ആണ് മോസ്റ്റ് കോമൺ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആൻഡ് മോസ്റ്റ് റെയറസ്റ്റ് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എ ബി നെഗറ്റീവ് ആണ്. ഓക്കെ. എ ബി നെഗറ്റീവ് റെയർ ഗ്രൂപ്പും മോസ്റ്റ് കോമൺ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ഓ പോസിറ്റീവ് ആണ്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ ഈ കോളം ക്ലിയർ ആയില്ലേ? ക്ലിയർ? ഇതറിഞ്ഞാൽ നമുക്ക് ഇനി ഫർദർ ക്ലാസ്സുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇതിപ്പോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. എന്താണ് അപ്പൊ ടൈപ്പിംഗ് അല്ലെ? നമ്മൾ ടൈപ്പിംഗിലെ പറഞ്ഞുകൊണ്ടിരുന്നേ. അപ്പൊ ടൈപ്പിംഗില് ഇങ്ങനെയുള്ള ഈ 4 ഗ്രൂപ്പുകള് ഏതൊക്കെയാ 4 ഗ്രൂപ്പ് ആയിരുന്നത്? എ ഉണ്ട്, ബി ഉണ്ട്, എ ബി ഉണ്ട്, ഓ ഉണ്ട് അല്ലെ. ഇങ്ങനെ 4 ബ്ലഡ് ഗ്രൂപ്പുകളില് ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഈ ഡൊണേറ്റ് ചെയ്ത് വരുന്ന ബ്ലഡ് എന്നുള്ളത് ആദ്യം എന്ത് ചെയ്യുന്നു? ടൈപ്പിംഗ് വഴി ഐഡന്റിഫൈ ചെയ്യുന്നു. ക്ലിയർ? പ്രിലിമിനറി ടെസ്റ്റുകളിലൂടെ ഈ വന്ന ബ്ലഡ് എന്ത് ചെയ്യുന്നു? ലാബിൽ വെച്ചിട്ട് ചില പ്രിലിമിനറി ടെസ്റ്റുകൾ ചെയ്യുന്നു നമ്മൾ പറഞ്ഞു അല്ലെ. അതിൽ ഒന്നാമതായിട്ട് വന്ന ടെസ്റ്റ് ഏതാണ്? ടൈപ്പിംഗ് ആണ്. ടൈപ്പിംഗിൽ എന്താ ചെയ്യുന്നത്? ഈ വരുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഈ 4 ബ്ലഡ് ഗ്രൂപ്പുകൾ ഉണ്ട് അല്ലെ. എ ഉണ്ട്, ബി ഉണ്ട്, എ ബി ഉണ്ട്, ഓ ഉണ്ട്. ഈ 4 ബ്ലഡ് ഗ്രൂപ്പിലും ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഈ വന്നിരിക്കുന്ന ബ്ലഡ് എന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നു. ഓക്കെ. രണ്ടാമത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? RH ടൈപ്പിംഗ്. RH ടൈപ്പിംഗ് ദാറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആന്റിജൻ. RH ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് RH ഫാക്ടർ? RH ഫാക്ടർ ഉള്ളത് കൊണ്ടാണ് അതിനെ എന്താണ് RH ടൈപ്പിംഗ് എന്ന് പറയുന്നത് അല്ലെ. RH പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടെത്തുന്നതാണ് ഈ ടെസ്റ്റിൽ ചെയ്യുന്നത്. അപ്പൊ എന്താണ് RH ഫാക്ടർ എന്ന് നോക്കിയേ. RH ടൈപ്പിംഗ് അല്ലെങ്കിൽ RH പോസിറ്റീവ് അതായത് രക്തഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നിർണ്ണയിക്കുന്ന ഘടകമാണ് RH ഫാക്ടർ. ഓക്കെ. രക്തഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നിർണ്ണയിക്കുന്ന ഘടകമാണ് RH ഫാക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ഈ RH ഫാക്ടർ അല്ലെങ്കിൽ റിസസ് ഫാക്ടർ എന്ന് പറയുന്നു. യെസ്, റിസസ് ഫാക്ടർ. ഈ റിസസ് ഫാക്ടറിനെ ഷോർട്ട് ചെയ്താണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? RH ഫാക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ RH ഫാക്ടർ
കണ്ടുപിടിച്ച വ്യക്തി എന്ന് പറയുന്നത് കാൾ ലാൻഡ് സ്റ്റെയ്നർ ആണ്. കാൾ ലാൻഡ് സ്റ്റെയ്നർ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഡയഗ്രം ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നില്ല. അപ്പൊ ആരാണെന്നുള്ള അതിൽ കണ്ടെത്തിയ വ്യക്തിയുടെ പേരൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയുന്നത്. ഇത് എപ്പോഴും എനിക്ക് ഉപകാരപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് പറയുന്നതാണ്. അപ്പൊ RH ഫാക്ടർ കണ്ടെത്തിയ വ്യക്തിയാണ് കാൾ ലാൻഡ് സ്റ്റെയ്നർ. ഇദ്ദേഹം തന്നെയാണ് ബ്ലഡ് ഗ്രൂപ്പുകളും കണ്ടെത്തിയത്. ഓക്കെ, അപ്പൊ 2 എണ്ണം കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹം. എന്തൊക്കെയാണ്? ബ്ലഡ് ഗ്രൂപ്പുകളും കണ്ടെത്തിയിട്ടുണ്ട്, RH ഫാക്ടറും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഈ RH ഫാക്ടർ അല്ലെങ്കിൽ ഈ റിസസ് ഫാക്ടർ എന്ന് പറയുന്നത് കണ്ടെത്തിയത് അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ നടത്തിയത് റിസസ് കുരങ്ങന്മാരിലാണ് അദ്ദേഹത്തിന്റെ ഈ പരീക്ഷണങ്ങൾ നടത്തിയത്. അങ്ങനെ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ കുറെ എക്സ്പെരിമെന്റുകൾ അദ്ദേഹം നടത്തി. അദ്ദേഹം ബ്ലഡിൽ ഒരു പ്രോട്ടീൻ ഉണ്ടെന്ന് കണ്ടെത്തുകയും ആ ബ്ലഡിൽ ആ പ്രോട്ടീന് അദ്ദേഹം RH ഫാക്ടർ അല്ലെങ്കിൽ റിസസ് ഫാക്ടർ എന്ന് പേര് നൽകുകയും ചെയ്തു. അങ്ങനെ പേര് നൽകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഫാക്ടർ അല്ലെങ്കിൽ ആ ഒരു പ്രോട്ടീൻ ബ്ലഡിൽ ഉണ്ടെങ്കിൽ അത് ആ ബ്ലഡിൽ ആ പ്രോട്ടീന്റെ പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്ലഡിന്റെ ഗ്രൂപ്പ് എങ്ങനെയായാലും പോസിറ്റീവ് ആവും. ദെൻ ആ ബ്ലഡിന്റെ പ്രസൻസ് അല്ലെങ്കിൽ ആ പ്രോട്ടീന്റെ പ്രസൻസ് ആ ബ്ലഡിൽ ഇല്ല എങ്കിൽ അത് എന്തായിരിക്കും? RH നെഗറ്റീവും ആയിരിക്കും ആ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് തെളിയിച്ചു. ക്ലിയർ? അപ്പൊ ഒന്നുകൂടി പറയാം. RH ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? രക്തഗ്രൂപ്പ് അല്ലെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നിർണ്ണയിക്കുന്ന ഘടകമാണ് RH ഫാക്ടർ എന്ന് പറയുന്നത്. ഈ RH ഫാക്ടർ അല്ലെങ്കിൽ റിസസ് ഫാക്ടർ എന്ന് പറയുന്നു. റിസസ് എന്നതിനെ നമ്മൾ ഷോർട്ട് ചെയ്താണ് RH എന്ന് എഴുതുന്നത്. ഇനി ഇത് കണ്ടെത്തിയ വ്യക്തിയാണ് കാൾ ലാൻഡ് സ്റ്റെയ്നർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്. അദ്ദേഹം തന്നെയാണ് ബ്ലഡ് ഗ്രൂപ്പുകളെയും കണ്ടെത്തിയത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റുകൾ റിസസ് മങ്കി അല്ലെങ്കിൽ റിസസ് എന്ന് പറയുന്ന കുരങ്ങന്മാരിലാണ് അദ്ദേഹം ഈ എക്സ്പെരിമെന്റ് നടത്തിയത്. അങ്ങനെ എക്സ്പെരിമെന്റുകൾ നടത്തി അദ്ദേഹം ബ്ലഡിൽ ഒരു പ്രോട്ടീൻ ഉണ്ടെന്ന് കണ്ടെത്തി. ആ കണ്ടെത്തിയ പ്രോട്ടീൻ അദ്ദേഹം എന്ത് പേര് നൽകി? റിസസ് ഫാക്ടർ അല്ലെങ്കിൽ RH ഫാക്ടർ എന്ന് പേര് നൽകി. ആ മങ്കിയിലുള്ള ഒരു ആദരവിന്റെ സൂചകമായിട്ട്. അപ്പൊ റിസസ് ഫാക്ടർ എന്ന് പേര് നൽകി. ഇനി ഈ പ്രോട്ടീൻ ബ്ലഡിൽ പ്രസന്റ് ആണെങ്കിൽ ആ ബ്ലഡ് എങ്ങനെയാണ്? പോസിറ്റീവ് ആവുകയും ബ്ലഡിൽ ആ പ്രോട്ടീന്റെ അളവ് ഇല്ല എന്നുണ്ടെങ്കിൽ അല്ല ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ അത് എന്തായി മാറുന്നു? RH നെഗറ്റീവ് ആയി മാറുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ RH ടൈപ്പിംഗ് നടത്തുന്നു. ഈ ഡൊണേറ്റ് ചെയ്ത് വരുന്ന ബ്ലഡ് എന്ത് ചെയ്യുന്നു? ആദ്യം നമ്മൾ ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് കണ്ടെത്തി അല്ലെ? രണ്ടാമത്തേത് എന്താണ്? അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ടെസ്റ്റുകളിലൂടെ മനസ്സിലാക്കുന്നു. ദെൻ മൂന്നാമത് വരുന്ന എന്ത് പോയിന്റ്? എന്താ? സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് that may cause complications in the recipient, that is transfusion reaction test. അപ്പൊ നോക്കിയേ, എന്താണ് ചെയ്യുന്നത്? സ്ക്രീനിങ് ചെയ്യുക എന്ന് പറയാൻ എന്താ? ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ കണ്ടെത്തലുകൾ നടത്തുക. എന്താണ് ഈ ഡൊണേറ്റ് ചെയ്ത് വരുന്ന ബ്ലഡിന് ഏതെങ്കിലും രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ്, അതായത് റെസിപ്പിയന്റ് അല്ലെങ്കിൽ ആ ബ്ലഡ് സ്വീകരിക്കുന്ന ആ വ്യക്തിക്ക് അവരുടെ ആ സിറ്റുവേഷൻ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് എന്തെങ്കിലും ഈ ഡൊണേറ്റ് ചെയ്ത് വരുന്ന ബ്ലഡിൽ ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യും? ചെക്ക് ചെയ്ത് കണ്ടെത്തും. ഓക്കെ, ഒന്നുകൂടി പറയാം. എന്താണ് ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന വരുന്ന ബ്ലഡില് എന്തെങ്കിലും രീതിയിലുള്ള ആന്റിബോഡീസോ ആന്റിജൻസോ ഉണ്ടോ എന്നുള്ളത് ആര് ചെക്ക് ചെയ്ത് കണ്ടെത്തും? ഈ ലാബിലെ പ്രിലിമിനറി ടെസ്റ്റുകളിലൂടെ കണ്ടെത്തും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ബ്ലഡ് സ്വീകരിക്കുന്ന ആ റെസിപ്പിയന്റിന് ഏതെങ്കിലും രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എന്ത് ചെയ്യും? ഇങ്ങനെ ഡൊണേറ്റ് ചെയ്ത് കിട്ടുന്ന ആ ബ്ലഡിനെ ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ നടത്തിയിട്ട് അവിടെ എന്താണ് എന്തെങ്കിലും രീതിയിലുള്ള ആന്റിബോഡീസോ മറ്റ് ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ എപ്പോഴും ചെക്കുകൾ ചെയ്ത് കണ്ടെത്തലുകൾ നടത്തിയതിനു ശേഷം മാത്രമേ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? ബ്ലഡ് ട്രാൻസ്ഫർ നടത്തുള്ളൂ. അപ്പൊ എന്താണ്? ദാറ്റ് ഈസ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റുകൾ. എന്താണ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റുകൾ എന്ന് പറയുന്നത്? ഡോണറിന്റെയും റെസിപ്പിയന്റെയും ബ്ലഡുകൾ തമ്മിൽ എന്തായിരിക്കും? ചിലപ്പോ വ്യത്യാസമായിരിക്കും അല്ലെ? മിസ്മാച്ചിങ് ഉണ്ടാവും അല്ലെങ്കിൽ യോജിച്ചതാണോ എന്നുള്ള പല കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകൾ നടത്തുമെന്ന് നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ അങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തുമ്പോൾ ഇത് മിസ്മാച്ചിങ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആന്റിബോഡീസോ കാര്യങ്ങളോ ആ ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡില് എന്തെങ്കിലും എന്ത് ചെയ്യും? അങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആന്റിബോഡീസിന്റെ ഒക്കെ പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റെസിപ്പിയന്റെ ബോഡിയിൽ എത്തുമ്പോൾ അവിടെ എന്താണ്? അവിടെ ഒരു റിയാക്ഷൻ നടക്കും അല്ലെ? ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻസ് നടന്ന് അവിടെ എന്താണ്? ബ്ലഡ് ക്ലോട്ട് ആവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്
മാറ്റാൻ അല്ലെങ്കിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ നടത്തുന്നത്. അടുത്തത് എന്താ പറഞ്ഞേ? സ്ക്രീനിങ് ഫോർ കറന്റ് ഓർ പാസ്റ്റ് ഇൻഫെക്ഷൻസ് അല്ലെ. നിലവിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ മുൻപ് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടായിരുന്നോ എന്നുള്ളതിനൊക്കെ എന്ത് ചെയ്യുന്നു? സ്ക്രീനിങ് വഴി കണ്ടെത്തുന്നു, ചെക്ക് ചെയ്ത് കണ്ടെത്തുന്നു. പ്രധാനമായിട്ടും എന്തൊക്കെയാണ് കണ്ടെത്തുന്നത്? ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഹെപ്പറ്റൈറ്റിസ് വൈറസസ് ബി ആൻഡ് സി. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് കൊണ്ട് തന്നെ നമുക്ക് മീനിങ് കൊണ്ട് തന്നെ മനസ്സിലാക്കാം. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് എന്താണ്? കരൾ സംബന്ധമായ രോഗങ്ങളാണ് അല്ലെ, ലിവർ സംബന്ധമായിട്ടുള്ള രോഗങ്ങളാണ്. അപ്പൊ ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബി എന്ന് പറയുന്നതും സി എന്ന് പറയുന്നതും, ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ 5 ടൈപ്പ് ആയിട്ടാണ്, ഗ്രൂപ്പ് 5 ടൈപ്പ് ആയിട്ടാണ് ഉള്ളത്. ഒന്നാം എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. ഒക്കെ അങ്ങനെ 5 ടൈപ്പാണ് ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ കാണുന്നത്. അതില് ബിയും സിയും, ഓക്കെ, നമ്മളിവിടെ ബിയും സിയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനൊരു കാരണമുണ്ട്. ബിയും സിയും ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് പകരുന്നത്. ഓക്കെ, ഈ ബ്ലഡ് ഒക്കെ ബോഡി ഫ്ലൂയിഡ് അല്ലെ, അപ്പൊ അങ്ങനെയുള്ള ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് ബിയും സിയും പകരുന്നത്. എന്നാൽ എയും ഡിയും ഇയും, ബാക്കി 3 അല്ലെ, എയും ഡിയും ഇയും കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിലൂടെയാണ് പകരുന്നത്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് അതിനെ ഇവിടെ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. എയും ഡിയും ഇയും കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിലൂടെയാണ് പകരുന്നത്. പക്ഷെ മറിച്ച് ബിയും സിയും എങ്ങനെയാണ്? ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് പകരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്യണം? ഈ ചെക്കുകൾ ബിയും സിയും ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം അല്ലെ. കാരണം എന്താ? ബ്ലഡ് എന്ന് പറയുന്ന ഒരു ബോഡി ഫ്ലൂയിഡ് ആണ്, അതിലൂടെ ഇത് പകരാം. അപ്പോ ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബിയും സിയും ഉണ്ടോ എന്ന് എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. അതായത് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന രോഗം എന്താണ് രോഗം? നമ്മളറിയാവുന്ന ഫെമിലിയർ ആയിട്ടുള്ള ഒരു രോഗം തന്നെയാണ്. എന്താണ്? മഞ്ഞപ്പിത്തം അല്ലെ. മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്ന ഒരു വൈറസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് സിയും. കരളിലെ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസ് ആണ്. അപ്പൊ ഈ 2 വൈറസും ബോഡി ഫ്ലൂയിഡിലൂടെ പകരുന്നത് കൊണ്ട് തന്നെ ഈ 2 വൈറസും വരുന്ന അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്ത് കിട്ടുന്ന ആ ബ്ലഡിൽ ഉണ്ടോ എന്ന് എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. രണ്ടാമത്തത് ഏതാ പറഞ്ഞ? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെങ്കിൽ HIV അല്ലെ. കേട്ടിട്ടുണ്ടാവും നിങ്ങള്. ഇതിന്റെ ഷോർട്ട് ഫോമും എക്സ്പാൻഡഡ് ഫോമും പഠിച്ചിരിക്കണം കേട്ടോ. എന്താണ് HIV? HIVയുടെ എക്സ്പാൻഡഡ് ഫോം എന്താണെന്ന് ചോദിച്ചാൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് എന്ന് തന്നെ എഴുതണം. ഓക്കെ, അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് മാറ്റി എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരുത്തിയൊക്കെ ഓപ്ഷൻസ് വരും. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഏത് ടേമുകളാണെങ്കിലും ഷോർട്ട് ഫോം ഉണ്ടെങ്കിൽ അതിന്റെ എക്സ്പാൻഡഡ് ഫോം കൂടി ഒന്ന് നോക്കി വെക്കുക. അപ്പൊ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെങ്കിൽ HIV എന്ത് രോഗമാണ് ഉണ്ടാക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ എയ്ഡ്സ് ഉണ്ടാക്കുന്നു. ശരിയാണ്, എയ്ഡ്സ് ആണ് HIV ഉണ്ടാക്കുന്ന രോഗം അല്ലെ. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ രോഗപ്രതിരോധ ശേഷി കുറയുന്നു അല്ലെ, രോഗപ്രതിരോധശേഷി നഷ്ടമാകുന്ന ഒരു അവസ്ഥയാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ HIV-യും എങ്ങനെ പകരാൻ പറ്റും? ഈ ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് പകരുന്നത് അല്ലെ. അപ്പൊ ബ്ലഡിലൂടെ ഈ HIV എന്ന് പറയുന്ന വൈറസും റെസിപ്പിയൻസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ റെസിപ്പിയന്റെ ബോഡിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുണ്ടോ, അതിന്റെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. എന്താ? ട്രിപ്പോണിമ പാലിഡം. ട്രിപ്പോണിമ പാലിഡം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ. അതായത് സിഫിലിസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നതാണ് ട്രിപ്പോണിമ പാലിഡം. സിഫിലിസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പറങ്കിപ്പുണ്ണ് എന്നൊക്കെ പറയും. ആ രോഗത്തിനെ പറങ്കിപ്പുണ്ണ് എന്നൊക്കെ പറയും. അപ്പൊ ഈ സിഫിലിസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ ആണ് ട്രിപ്പോണിമ പാലിഡം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഇത് പകരുന്നത് എന്ന് പറയുന്നത് ഇതൊരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. അതായത് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന ഒരു രോഗം കൂടിയാണ് ഈ സിഫിലിസ് എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ഈ ബാക്ടീരിയയുടെ പ്രസൻസും നമ്മള് ബ്ലഡില് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. രോഗനിർണയം എങ്ങനെ നമുക്ക് നടത്താം? ബ്ലഡ് പരിശോധനകളിലൂടെയും ഇങ്ങനെ ഒരു ബാക്ടീരിയ പ്രസൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും 3 പ്രധാനമായിട്ടും ഈ 2 വൈറസുകളും ഒരു ബാക്ടീരിയ അല്ലെ. ഇത് 3ഉം എങ്ങനെയാണ് ബോഡി ഫ്ലൂയിഡ്സിലൂടെ റെസിപ്പിയന്റിലോട്ട് എത്താവുന്നത് ഒരു കണ്ടീഷൻ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഈ വരുന്ന ഡൊണേറ്റ് ചെയ്ത് കിട്ടുന്ന ബ്ലഡില് ഇത്രയും വൈറസുകളും ഇങ്ങനെയുള്ള ബാക്ടീരിയാസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യും? ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ അത് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുള്ളൂ. അപ്പൊ ഏതൊക്കെയായിരുന്നു? ഹെപ്പറ്റൈറ്റിസ് വൈറസസ് ബി ആൻഡ് സി ഉണ്ട്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഉണ്ട്, ട്രിപ്പോണിമ പാലിഡം, സിഫിലിസിന് കാരണമായിട്ടുള്ള ട്രിപ്പോണിമ പാലിഡം.
ക്ലിയർ? അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്, എന്തൊക്കെ ടെസ്റ്റുകളാണ് നടത്തുന്നതെന്ന് പറഞ്ഞു. പ്രിലിമിനറി ടെസ്റ്റുകള് ബ്ലഡ് ടൈപ്പിംഗ് നടത്തുന്നു അല്ലെ. എ ആണോ, ബി ആണോ, എ ബി ആണോ, ഒ ആണോ ഗ്രൂപ്പ് എന്നുള്ളത് ആദ്യം ടൈപ്പിംഗ് നടത്തി എന്ത് ചെയ്യുന്നു, കണ്ടെത്തി ഐഡന്റിഫൈ ചെയ്യുന്നു. ഏത് ഗ്രൂപ്പാണോ വന്നിരിക്കുന്ന ബ്ലഡ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് നോക്കും, അത് പോസിറ്റീവ് ആണോ അല്ലെ, RH പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ മൂന്നാമത് പറഞ്ഞാൽ ആ വരുന്ന ബ്ലഡിൽ ഏതെങ്കിലും രീതിയിലുള്ള അല്ലെ റെസിപ്പിയൻസിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും ആന്റിബോഡീസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് കണ്ടെത്തുന്നു. ദെൻ അടുത്ത പോയിന്റ് എന്താ പറഞ്ഞത്, അടുത്തൊരു സ്ക്രീനിങ് ടെസ്റ്റ് എന്താണ്, നിലവിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ മുൻപ് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. അതുപോലെ അതിന്റെ ഒപ്പം തന്നെ എന്താണ് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബി ആൻഡ് സി എന്നുള്ളത് ചെക്ക് ചെയ്യും. HIV അല്ലെങ്കിൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസിന്റെ പ്രസൻസ് ചെക്ക് ചെയ്യുന്നു. ആൻഡ് ട്രിക്കോണിമ സിഫിലിസിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ പ്രസൻസ് ഉണ്ടോ എന്നും ചെക്ക് ചെയ്യുന്നു. ഇത്രയും പ്രിലിമിനറി ടെസ്റ്റുകളിൽ വരുന്നതാണ്. ഓക്കെ, അടുത്തത് എന്താണ്, വാട്ട് ആർ ദ ബ്ലഡ് ടൈപ്സ്? ഏതൊക്കെയാണ് ബ്ലഡ് ടൈപ്സ് ആയിട്ടുള്ളത്? ടൈപ്സ് ആണ് കേട്ടോ. അക്കോർഡിംഗ് ടു ദ അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്കിന്റെ അമേരിക്കൻ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡെലിവറി ഓഫ് ബ്ലഡ് ടൈപ്പ്, അതായത് ബ്ലഡ് ബാങ്കില് എത്രത്തോളം ബ്ലഡ് ടൈപ്പുകളുടെ ഡെലിവറി നടക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് റീഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. റീഡ് ചെയ്ത് വെച്ചാൽ മതി. ഈ ഒരു ഭാഗത്ത് നിന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറില്ല. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം തന്നിരിക്കുന്നതാണ്. അപ്പോ ഈ ഒരു ബ്ലഡ് ടൈപ്പ് എന്ന് പറഞ്ഞാല് അതിലെന്ത് വരും, പോസിറ്റീവും പെടും നെഗറ്റീവും പെടും. ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഏത് ഗ്രൂപ്പുകളാണ്, 4 ഗ്രൂപ്പുകൾ, എ ബി ആൻഡ് ഒ അല്ലെ. എ ബി ആൻഡ് ഒ 4 ഗ്രൂപ്പുകളാണ് ഗ്രൂപ്പിൽ വരുന്നത്. എന്നാൽ ടൈപ്പ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ പോസിറ്റീവും വരാം നെഗറ്റീവും വരാം. ക്ലിയർ? അപ്പൊ ഇവിടെ 4 എന്താണ്, 4 എത്ര ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, 4 എണ്ണം. അപ്പൊ ബ്ലഡ് ടൈപ്പ് വരുമ്പോൾ അത് എത്ര എണ്ണമായിട്ട് മാറും, 8 എണ്ണമായിട്ട് മാറും അല്ലെ. ബ്ലഡ് ടൈപ്പ് എന്ന് ചോദിക്കുമ്പോൾ 8 ടൈപ്പ് ഉണ്ടാവില്ലേ, കാരണം എക്കും ഉണ്ട്, എക്ക് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്, ബിയുടെ ആണെങ്കിലും പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. അങ്ങനെ 4 ബ്ലഡ് ഗ്രൂപ്പിന്റെയും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് ബ്ലഡ് ടൈപ്സ്, അത് ഇവിടെ 8 ബ്ലഡ് ടൈപ്സ് കൊടുത്തിട്ടുണ്ട്. അത് എത്ര പെർസെന്റേജ് ആണ് അതിന്റെ ഡെലിവറി നടക്കുന്നത്, ബ്ലഡ് ബാങ്കിൽ നിന്നും എത്ര പെർസെന്റേജ് ആണ് അതിന്റെ ഡെലിവറീസ് നടക്കുന്നത് എന്നുള്ള ഒരു കണക്ക് മാത്രമാണ്. ഏകദേശം ഒരു പെർസെന്റേജ് റേഷ്യോ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറില്ല. ഇപ്പൊ എന്താണ് ORH പോസിറ്റീവ് ആയിട്ടുള്ളതിനാണെങ്കിൽ 39% ഡെലിവറി. ദെൻ BRH പോസിറ്റീവ് ആണെങ്കിൽ 9%, ABRH പോസിറ്റീവ് ആണെങ്കിൽ 3%, ORH നെഗറ്റീവ് ആണെങ്കിൽ 9%, ARH പോസിറ്റീവ് ആണെങ്കിൽ 31% ഉണ്ട്, ARH നെഗറ്റീവ് ആണെങ്കിൽ 6% ഉണ്ട്, BRH നെഗറ്റീവ് ആണെങ്കിൽ 2% ഉണ്ട്, ABRH നെഗറ്റീവ് ആണെങ്കിൽ 1% ഉണ്ട്. അപ്പൊ ഇങ്ങനെ പെർസെന്റേജ് എത്രത്തോളം ബ്ലഡുകൾ ഈ ഓരോ ടൈപ്പിലും ഏതൊക്കെ ബ്ലഡുകളാണ് കൂടുതൽ ഡെലിവറി നടക്കുന്നത് എന്നുള്ളൊരു പെർസെന്റേജ് കണക്കാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്, വാട്ട് ആർ ദ കോൺസ്റ്റന്റ് ഓഫ് ബ്ലഡ്? ഏതൊക്കെയാണ് ബ്ലഡിന്റെ ഘടകങ്ങൾ അല്ലെങ്കിൽ കോൺസ്റ്റുവന്റ് അല്ലെങ്കിൽ കമ്പോണൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഒരു ഇൻട്രൊഡക്ഷൻ എടുത്തപ്പോ ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ബ്ലഡ് കമ്പോണൻസ് എന്നുള്ളത്. അപ്പൊ നോക്കി, when blood or one of its constituent part is transferred അല്ലെ, ഒന്നില്ലെങ്കിൽ ഹോൾ ബ്ലഡ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിലോ ആ ബ്ലഡിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് അല്ലെ, ഓരോ ഘടകങ്ങളായിട്ട് അല്ലെങ്കിൽ ഓരോ കമ്പോണൻസ് ആയിട്ടാണ് അവിടെ ബ്ലഡ് ട്രാൻസ്ഫർ നടക്കുന്നത്. And each component serves many functions. അതിൽ ഓരോ കമ്പോണൻസിനും അതിൻ്റെതായ പല ഫങ്ഷൻസും പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അല്ലെ. അപ്പൊ ഏതൊക്കെയാണ് ആ ബ്ലഡ് മെയിൻ ആയിട്ടുള്ള ബ്ലഡ് കമ്പോണൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ബ്ലഡ് കമ്പോണൻസ്? പ്രധാനമായിട്ടും 4 എണ്ണം പറഞ്ഞത്. റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ RBC, പ്ലേറ്റ്ലെറ്റ്സ്, വൈറ്റ് ബ്ലഡ് സെൽ അല്ലെങ്കിൽ WBC ആൻഡ് പ്ലാസ്മ. ഓക്കെ, 4 ബ്ലഡ് കമ്പോണൻസ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണോട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ഷുവർ ആയിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോ RBC, പ്ലേറ്റ്ലെറ്റ്സ്, WBC ആൻഡ് പ്ലാസ്മ, ഇങ്ങനെ 4 ബ്ലഡ് കമ്പോണൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ബ്ലഡ് ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് പേഷ്യൻസിന്റെ ആവശ്യത്തിനനുസരിച്ചാണ്. ഓക്കെ, പേഷ്യന്റിന്റെ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് അവിടെ ബ്ലഡ് ട്രാൻസ്ഫർ നടക്കുന്നത്. ചിലപ്പോ ആ പേഷ്യന്റ് ബ്ലഡ് ഹോൾ ബ്ലഡ് ആയിട്ട് മൊത്തത്തിൽ അങ്ങനെ തന്നെ വേണമായിരിക്കാം. ചിലപ്പോ മറ്റു പേഷ്യൻസിന് എങ്ങനെയായിരിക്കും, ഏതെങ്കിലും ഒരു കമ്പോണന്റ് മതിയാവും. അപ്പൊ അതുകൊണ്ടാണ് ഓരോ കമ്പോണൻസും ഓരോ പ്രത്യേകതകളുണ്ട്, അതിന്റെ ഓരോ ഫങ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട്
അതുകൊണ്ടാണ് അങ്ങനെ ഏതെങ്കിലും സെപ്പറേറ്റ് കമ്പോണൻസിന്റെ ആവശ്യകത അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ ഓരോ കമ്പോണൻസിന്റെയും ഫങ്ഷൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നിങ്ങളൊന്ന് RBC എന്ന് എഴുതിയ നോട്ടില് RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് നോട്ട് ചെയ്തേ. കമ്പോണൻസ് ഓഫ് ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ട് 4 ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഏതാ? RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ്. ഓക്കെ, RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് എഴുതുക. ഇനി ഈ RBCയുടെ സയന്റിഫിക് നെയിംസ് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എക്സാമിന് കേട്ടോ. സയന്റിഫിക് നെയിം എന്താണെന്ന് എഴുതിയേ. എറിത്രോസൈറ്റ്സ്. സ്പെല്ലിംഗ് പറയാം. ERY THROCYTES. Erythrocytes. Okay, ERYTHROCYTES. Erythrocytes. ആരുടെ സയന്റിഫിക് നെയിം ആണ്? ഏത് സെല്ലിന്റെയാണ്? RBC അല്ലെ, അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെല്ലിന്റെ സയന്റിഫിക് നെയിം ആണ് എറിത്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, 3 സയന്റിഫിക് നെയിം നിങ്ങൾക്ക് പഠിക്കാറുണ്ട്. അപ്പൊ അത് തിരിഞ്ഞു പോകാതെ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഓപ്ഷൻസ് ഈ 3 ചിലപ്പോ ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് എറിത്രോസൈറ്റ്സ് എന്ന് പറയുന്നത് ആരുടെയാണ് സയന്റിഫിക് നെയിം? RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസിന്റെ സയന്റിഫിക് നെയിം ആണ്. ഞാൻ ഇതിന്റെ ലൈഫ് സ്പാൻ, എത്രത്തോളം ആയുസ് ഉണ്ട് ഇതിന് എന്നുള്ളതാണ്. ഈ സെല്ലിന്റെ ലൈഫ് സ്പാൻ എത്രയാണ്? 120 ഡേയ്സ് ആണ്. യെസ്, 120 ഡേയ്സ് ആണ്. നോട്ട് ചെയ്യാട്ടോ, 120 ഡേയ്സ് ആണ് RBCയുടെ ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ആയുസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആയുസുള്ള രക്തകോശം എന്ന് ചോദിച്ചാലും ഏതാണ്? RBC തന്നെയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ആയുസുള്ള രക്തകോശം എന്ന് ചോദിച്ചാലും RBC തന്നെയാണ്. 120 ഡേയ്സ് ആണ് ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. എന്താണ് അടുത്തത്? ഇനി അപ്പൊ റെഡ് ബ്ലഡ് സെൽസിൽ എന്താണ് ഫംഗ്ഷൻ എന്ന് നോക്കിയേ. പ്രധാനമായിട്ടും these cells transport oxygen to the tissues in the body and are commonly used to treat of anemia. എന്താണ് ഇതിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് നോക്കിയേ. ഫംഗ്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. These cells transport oxygen to the tissues of the in the body. എന്താണ്? ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും ഓക്സിജനെ എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ പ്രധാന ഫംഗ്ഷൻ? RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസിന്റെ ഫംഗ്ഷൻ. എന്താണ്? ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും ഓക്സിജനെ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാന ഫംഗ്ഷൻ. ഓക്കെ, and are commonly used to treat of anemia. എന്താണ്? അനീമിക് പേഷ്യൻസിന് ട്രീറ്റ്മെന്റിന് വേണ്ടി കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രക്തകോശം അല്ലെങ്കിൽ ബ്ലഡ് സെൽ എന്ന് പറയുന്നത് ഏതാണ്? RBC ആണ്. അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അനീമിയ വിളർച്ച എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, മലയാളത്തിൽ നമ്മൾ വിളർച്ച എന്ന് പറയും. എന്നാൽ ഈ അനീമിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പേഷ്യന്റിന്റെ ബോഡിയിൽ RBC സെൽസിന്റെ അളവ് കുറയുന്ന ഒരു അവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത്. റെഡ് ബ്ലഡ് സെൽസിന്റെ നമ്പർ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും, റെഡ്യൂസ് ചെയ്യുന്ന ആ ഒരു അവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള അനീമിക് പേഷ്യൻസിന്റെ അവരുടെ ബോഡിയിൽ എങ്ങനെയായിരിക്കും? ആവശ്യത്തിനുള്ള ഹെൽത്തി ആയിട്ടുള്ള RBC ഉണ്ടാവില്ല. അപ്പൊ കുറയുന്ന ഒരവസ്ഥയല്ലേ അനീമിയ എന്ന് പറയുന്നത്. അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള RBC ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ കണ്ടീഷൻ അനീമിക്കായി മാറിയവര്. അപ്പൊ ആ അനീമിയ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ബ്ലഡ് സെൽസ് തന്നെയാണ് കൊടുക്കേണ്ടത്? RBC. ആവശ്യമുള്ള RBC അവരുടെ ബോഡിയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു കണ്ടീഷൻ മാറും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അനീമിക് പേഷ്യൻസിന് അതുകൊണ്ട് തന്നെ ഏറ്റവും കോമൺ ആയിട്ട് ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്നത് ഏത് സെല്ലാണ്? റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ RBC ആണ് ട്രീറ്റ്മെന്റിനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ ഓരോ കമ്പോണൻസിനും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പേഷ്യന്റിന് ഏത് കമ്പോണന്റ് ആണോ വേണ്ടത് ആ അവരുടെ ആവശ്യത്തിനനുസരിച്ചാണ് ഓരോ കമ്പോണൻസും നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയർ? അപ്പൊ RBCയിൽ നമ്മൾ എന്താ പറഞ്ഞത്? RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസിന്റെ സയന്റിഫിക് നെയിം എന്തായിരുന്നു? എറിത്രോസൈറ്റ്സ് എന്നായിരുന്നു അല്ലെ. ഇനി അതിന്റെ ലൈഫ് സ്പാൻ എത്രയാണ് പറഞ്ഞത്? 120 ഡേയ്സ് ആണ് പറഞ്ഞത് അല്ലെ. അല്ല, അതുകൊണ്ട് തന്നെ 120 ഡേയ്സ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആയുസുള്ള രക്തകോശം ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? RBC തന്നെയാണ് കേട്ടോ. അതിന്റെ പ്രധാന ഫംഗ്ഷൻ എന്താണ് പറഞ്ഞത്? കോശങ്ങളിലേക്ക് അല്ലെ, ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും ഓക്സിജനെ എത്തിച്ചു നൽകുക എന്നുള്ളതാണ് RBCയുടെ പ്രധാന ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. ഏത് പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന അനീമിക് പേഷ്യൻസ് അല്ലെ, അനീമിയ ഉള്ള പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു റെഡ് ബ്ലഡ് സെൽ എന്ന് പറയുന്നത് ഏതാണ്? RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് ആണ്. ക്ലിയർ? രണ്ടാമത്തതൊന്ന് എഴുതി. പ്ലേറ്റ്ലെറ്റ്സ്.
രണ്ടാമത്തത് എഴുതിയേ പ്ലേറ്റ്ലെറ്റ്സ്. യെസ്, പ്ലേറ്റ്ലെറ്റ്സിന്റെ സയന്റിഫിക് നെയിം എന്താണ്? പ്ലേറ്റ്ലെറ്റ്സിന്റെ ത്രോംബോസൈറ്റ്സ്. യെസ്, വെരി ഗുഡ്. ത്രോംബോസൈറ്റ്സ് എന്നാണ് കേട്ടോ. THROM BO ത്രോംബോ, THROMBO CYTES ത്രോംബോസൈറ്റ്സ്. THROMBOCYTES ത്രോംബോസൈറ്റ്സ്. ഓക്കെ, പ്ലേറ്റ്ലെറ്റ്സിന്റെ സയന്റിഫിക് നെയിം എന്താ? ത്രോംബോസൈറ്റ്സ്. ഇനി ഇതിന്റെ ലൈഫ് സ്പാൻ എത്ര ദിവസമാണ്? ലൈഫ് സ്പാൻ 7 days ആണ് കേട്ടോ. 7 days, 7 days ആണ് ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് ലൈഫ് സ്പാൻ ഉള്ളത് ഏത് ബ്ലഡ് സെൽ ആണെന്ന് ചോദിച്ചാൽ ഏതാണ്? പ്ലേറ്റ്ലെറ്റ്സ് ആണ് കേട്ടോ. പ്ലേറ്റ്ലെറ്റ്സ് ആണ് ഏറ്റവും കുറവ് ലൈഫ് സ്പാൻ ഉള്ളത്. 7 days ആണ്. അതിന്റെ പ്രധാന ഫംഗ്ഷൻ നോക്കിയേ. Platelets, they help the blood to clot and are used to treat leukemia and other forms of cancer. എന്താണ് പ്ലേറ്റ്ലെറ്റ്സ് എന്തിനെ സഹായിക്കുന്നു? They help the blood to clot. അല്ലെ, എന്താണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. And are used to treat leukemia. Leukemia എന്ന് പറഞ്ഞാൽ ഇതാണ് ബ്ലഡ് ക്യാൻസർ. അല്ലെ, ബ്ലഡ് ക്യാൻസർ ഉള്ള പേഷ്യൻസിനും അതുപോലെ തന്നെ മറ്റു ക്യാൻസർ പേഷ്യൻസിനും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? പ്ലേറ്റ്ലെറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതിന്റെ സയന്റിഫിക് നെയിം എന്താ? ത്രോംബോസൈറ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞു. ലൈഫ് സ്പാൻ 7 days ആണ്. ഏറ്റവും കുറവ് ലൈഫ് സ്പാൻ ഉള്ള രക്തകോശം എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. അതിന്റെ പ്രധാന ഫംഗ്ഷൻ എന്താണ്? ഇതിൽ ഫംഗ്ഷൻ ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ സയന്റിഫിക് നെയിമും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫംഗ്ഷൻ എന്താണ്? ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട്, അല്ലെ, രക്തം കട്ടം പിടിക്കാനായിട്ട് സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ആരുടെയൊക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ലുക്കീമിയ പേഷ്യൻസിനെയും മറ്റു ക്യാൻസർ പേഷ്യൻസിനും ഒക്കെ ട്രീറ്റ്മെന്റുകളിൽ ഈ പ്ലേറ്റ്ലെറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ഏരിയ വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ WBC. വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ WBC എന്ന് എഴുതുക. യെസ്, അതിന്റെ സയന്റിഫിക് നെയിം എന്താണ്? ലൂക്കോസൈഡ്സ്. അല്ലെ, ലൂക്കോസൈഡ്സ് ആണ് അതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത്. LEUKOCYTES. LEUKOCYTES ലൂക്കോസൈഡ്സ്. ഓക്കെ, വൈറ്റ് ബ്ലഡ് സെൽസിന്റെ അല്ലെങ്കിൽ WBCയുടെ സയന്റിഫിക് നെയിം എഴുതിയല്ലോ. ഇതിന് അതിന്റെ ലൈഫ് സ്പാൻ എത്ര ദിവസമായിരിക്കും? ലൈഫ് സ്പാൻ 10 to 15 days ആണ് കേട്ടോ. 10 to 15 days, 10 മുതൽ 15 ദിവസം വരെയാണ് ഇതിന്റെ ലൈഫ് സ്പാൻ. WBCയുടെ 10 to 15 days ആണ്. ഓക്കെ, അപ്പൊ സയന്റിഫിക് നെയിം പറഞ്ഞു ലൂക്കോസൈഡ്സ്. ലൈഫ് സ്പാൻ എത്രയായിരുന്നു? 10 to 15 days ആണ് കേട്ടോ. ദെൻ ഇനി അതിന്റെ പ്രധാന ഫംഗ്ഷൻ നോക്കിയേ. എന്താണ് വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ WBCയുടെ പ്രധാന ഫംഗ്ഷൻ എന്താണ്? These cells help in fighting infection and help the process. എന്താണ്? ഹെൽപ്പ് ദ പ്രോസസ് കഴിഞ്ഞിട്ട് ഒരു ഇമ്മ്യൂൺ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട് കേട്ടോ. ഹെൽപ്പ് ദ ഇമ്മ്യൂൺ പ്രോസസ് എന്നാണ്. ഇമ്മ്യൂൺ പ്രോസസ്. അപ്പൊ വൈറ്റ് ബ്ലഡ് സെൽസ് എന്താണ് ചെയ്യുന്നത്? ദീസ് സെൽസ് ഹെൽപ്പ് ഇൻ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻസ്. അല്ലെ, നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും രോഗബാധിതർ അല്ലെ രോഗങ്ങൾ ബാധിച്ചാൽ അതിനെതിരെ എന്ത് ചെയ്യുന്നു? ഫൈറ്റ് ചെയ്യുന്നു. അല്ലെ, അതിനെ തടഞ്ഞു നിർത്തുന്ന സഹായിക്കുന്ന ഒരു സെൽ എന്ന് പറയുന്നത് ഏതാണ്? വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. അല്ലെ, രോഗങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഒരു ഡിഫെൻസീവ് മെക്കാനിസം, അല്ലെ, ഒരു രോഗപ്രതിരോധമാണ് ഇവിടെ വൈറ്റ് ബ്ലഡ് സെൽസിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്ന സെല്ലാണ്, അല്ലെ, രക്തകോശമാണ് WBC അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. That help the immune process. എന്താണ്? രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്നു. ഓക്കെ, അപ്പോ വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. അല്ലെ, അതിന്റെ സയന്റിഫിക് നെയിം എന്തായിരുന്നു? ലൂക്കോസൈഡ്സ് എന്നായിരുന്നു. ലൈഫ് സ്പാൻ എത്രയായിരുന്നു? 10 to 15 days ആണ്. ക്ലിയർ? അടുത്ത നാലാമത്തെ കമ്പോണന്റ് ആണ് പ്ലാസ്മ. ഈ പ്ലാസ്മ എന്ന് പറയുന്ന കമ്പോണന്റ് അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്ലാസ്മയ്ക്ക് ഫംഗ്ഷൻസും കൂടുതലായിട്ട് പറയുന്നുണ്ട്. അത് ഓപ്ഷൻസ് തിരിച്ചും മറിച്ചും ചോദിക്കാറുണ്ട് പ്ലാസ്മയുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, then plasma, the watery fluid part of the blood in which the red blood cells, white blood cells and platelets are suspended. Yes, ഈ പ്ലാസ്മ എന്ന് പറയുന്ന ഒരു പെയിൽ യെല്ലോ കളർ ഫ്ലൂയിഡ് ആണ്.
അത് എന്തിലെ കാണുന്നത്? ഒരു വാട്ടറി ഫ്ലൂയിഡ് ആണ്. ബ്ലഡിൽ കാണുന്ന ഒരു ഫ്ലൂയിഡ് പാർട്ടാണ്. ബ്ലഡിന്റെ ഒരു ഫ്ലൂയിഡ് പാർട്ടാണ്, ഈ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്ലാസ്മയ്ക്ക് പ്രത്യേകമായിട്ടൊരു സയന്റിഫിക് നെയിം ഒന്നുമില്ല. ബ്ലഡ് പ്ലാസ്മ എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ ലൈഫ് സ്പാൻ ആണെങ്കിലും കറക്റ്റ് ഒരു പീരിയഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് അത് നമുക്ക് നിങ്ങൾ പഠിക്കേണ്ടതില്ല. മറ്റ് മൂന്നെണ്ണത്തിന്റെയും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ. ഏതൊക്കെയാണ്? റെഡ് ബ്ലഡ് സെൽസിന്റെയും പ്ലേറ്റ്ലെറ്റ്സിന്റെയും വൈറ്റ് ബ്ലഡ് സെൽസിന്റെയും മൂന്നെണ്ണത്തിന്റെയും സയന്റിഫിക് നെയിമും ലൈഫ് സ്പാനും പഠിച്ചിരിക്കുക. അത് ചോദിക്കാറുണ്ട് കേട്ടോ. പ്ലാസ്മയുടെ പ്രധാനമായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ പ്ലാസ്മ എന്ന് പറയുന്നത് ബ്ലഡിലെ ഫ്ലൂയിഡ് പാർട്ട് ഏതാണ്, അല്ലെ? ദ്രാവക ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പ്ലാസ്മയാണ്. രണ്ടാമത്തത് എന്താ? ഈ പ്ലാസ്മയിലാണ് ഏതൊക്കെ കാണപ്പെടുന്നത്? റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. ഈ മറ്റു മൂന്ന് സെൽസും രക്തകോശങ്ങളും കാണപ്പെടുന്നത് എന്തിലാണ്? പ്ലാസ്മയിലാണ്. അപ്പോൾ പ്ലാസ്മയുടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് നമ്മൾ എന്താണ് പറഞ്ഞത്? പ്ലാസ്മയുടെ ഈ ബ്ലഡിലെ ഫ്ലൂയിഡ് പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പ്ലാസ്മയാണ്. അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എപ്പോഴും ചോദിക്കാറുള്ള ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യനും കൂടിയാണ് കേട്ടോ. ദെൻ എന്താണ്? പ്ലാസ്മയിലാണ് ഈ റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ് പോലെയുള്ളവ ഈ പ്ലാസ്മയുടെ ഉള്ളിലാണ് കാണുന്നത്. Then plasma is required to carry the many part of the blood through the bloodstream. അല്ലെ? ഈ പ്ലാസ്മയാണ് ഇങ്ങനെയുള്ള ഈ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സിനെ പോലെയുള്ള സെൽസിനെ എല്ലാം മറ്റ് ഓരോ ബോഡി പാർട്സിലേക്കും സർക്കുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ആരാണ്? ബ്ലഡിലൂടെ. ഈ പ്ലാസ്മയാണ്, അല്ലെ? പ്ലാസ്മയാണ് അതിന്റെ ഫ്ലൂയിഡ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്ലാസ്മയിലൂടെയാണ് മറ്റ് ഓരോ ബോഡി പാർട്സിലോട്ടും ഈ സെൽസുകളെല്ലാം എത്തുന്നത്. And plasma perform many functions. അല്ലെ? പ്ലാസ്മ ഒത്തിരി ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ് ഏതാണെന്ന് നോക്കിയേ. ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ. എന്താണ് ബ്ലഡ് പ്രഷർ? നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാണ്? നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 80 to 120, അല്ലെ? 80-120 ആണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ആ ഒരു റേഞ്ച് 80-120, അല്ലെ? 80-120 എന്നുള്ള ആ ഒരു റേഞ്ച് ആണ്. അപ്പോ നമ്മുടെ ബോഡിയില് ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഘടകം, ബ്ലഡിലെ ഘടകം ഏതാണ്? പ്ലാസ്മയാണ്. ഓക്കെ, എന്തിന് സഹായിക്കുന്നു? രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഞാൻ എന്താണ് രണ്ടാമത്തേത്? പ്രൊവൈഡ്സ് പ്രോട്ടീൻസ് ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്. എന്താണ്? രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന ആവശ്യമുള്ള പ്രോട്ടീനുകളെ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, രക്തം കട്ട പിടിക്കാനായിട്ട് ആവശ്യമുള്ള പ്രോട്ടീൻസിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആർക്കുണ്ട്? പ്ലാസ്മയ്ക്ക് ഉണ്ട്, അല്ലെ? ദെൻ മൂന്നാമത്തെ ഫംഗ്ഷൻ എന്താണ് പറഞ്ഞത്? ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. നമ്മുടെ ശരീരത്തിലെ സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ലെവലിനെ എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ആ ലെവൽ ബാലൻസ്, സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ലെവലിനെ ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ദെൻ എന്താ? ബ്ലഡ് ക്ലോട്ടിങ്ങിന്, അല്ലെ? രക്തം കട്ടപിടിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ എന്താണ്? രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലാസ്മയുടെ 3 ഫങ്ഷൻസ് ആണ് പറയുന്നത്. അപ്പൊ ഈ 3 എന്തായാലും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓപ്ഷൻസിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം മാറ്റി തന്നിട്ട് എന്താണ്, അല്ലെങ്കിൽ ഒന്നിൽ 3 ഓപ്ഷൻസ് തരാം, അല്ലെ? ഏതെങ്കിലും ഈ പ്ലാസ്മയുടെ പ്രധാന ഫങ്ഷൻസ് ഏതാണെന്ന് ചോദിക്കാം. ഈ 3 ഓപ്ഷൻസ് തരാം, അല്ലെ? 4ാമത്തെ ഓപ്ഷൻ ഏതാണ്? ഓൾ ഓഫ് 3 എന്ന് പറയാം, അല്ലെ? നൺ ഓഫ് ദിസ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള 4 ഓപ്ഷൻസുകൾ ഒന്നില്ലെങ്കിൽ വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാസ്മയുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആ ഫംഗ്ഷൻ ചോദിച്ചിട്ട് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ മാത്രം പ്ലാസ്മയുടെ കൊടുത്ത് മറ്റ് സെൽസിന്റെ ഫംഗ്ഷൻസ് കൊടുത്തിട്ട് അതിൽ നിന്നും പ്ലാസ്മയുടെ ഫംഗ്ഷൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും ചോദിക്കാറുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ. അപ്പൊ പ്ലാസ്മയുടെ അതുപോലെ തന്നെ ഫ്ലൂയിഡ് പാർട്ട്, ബ്ലഡിലെ ഫ്ലൂയിഡ് പാർട്ട് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? പ്ലാസ്മ തന്നെയാണ്. ഓരോന്നിന്റെയും ഫംഗ്ഷൻ എടുത്ത് ചോദിക്കാറുണ്ട്. ഓരോന്നിന്റെയും ഫംഗ്ഷൻ ഏതാണ്? ഈ ഫംഗ്ഷൻ ചെയ്യുന്ന ഏത് റെഡ് ബ്ലഡ് സെൽ ആണോ, വൈറ്റ് ബ്ലഡ് സെൽ ആണോ, പ്ലേറ്റ്ലെറ്റ് ആണോ, പ്ലാസ്മയാണോ എന്നുള്ളത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഇത്രയും മാത്രമേ പഠിക്കുന്നുള്ളൂ. ക്രയോ പ്രസിപ്പിറ്റേറ്റിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. അപ്പൊ ഇന്ന് എന്തൊക്കെയാ പറഞ്ഞത്? നമ്മള് വൈറ്റ് ബ്ലഡിന്റെ കമ്പോണൻസ് ഏതൊക്കെയായിരുന്നു? റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്,
വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, പ്ലാസ്മയുണ്ട് അല്ലെ. അപ്പൊ ഈ 4 കമ്പോണൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 4 കമ്പോണൻസും അതിൻ്റെതായ ഫങ്ഷൻസും പെർഫോം ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ബ്ലഡ് ഹോൾ ബ്ലഡ് ആയിരിക്കാം ചിലപ്പോ ആ പേഷ്യന്റിന് ആവശ്യം. അല്ല എന്നുണ്ടെങ്കിലോ ഇതിൽ ഏതെങ്കിലും ഒരു കമ്പോണന്റ് മാത്രമായിട്ടായിരിക്കും ആവശ്യം വരുന്നത്. അപ്പൊ ഏത് കമ്പോണന്റ് ആണോ ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് വേണ്ടത് ആ കമ്പോണന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫ്യൂഷൻ വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ? ഞാൻ എന്താണ് റെഡ് ബ്ലഡ് സെല്ലിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും ഓക്സിജൻ എത്തിച്ചു നൽകുക എന്നതാണ് പ്രധാന ഫംഗ്ഷൻ അല്ലെ. ഇനി എന്താണ് അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അനീമിക് പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റെഡ് ബ്ലഡ് സെൽസ് ആണ് റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. പ്ലേറ്റ്ലെറ്റ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? രക്തം കട്ടപിടിക്കാനായിട്ട് സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? പ്രധാനമായിട്ടും ലുക്കീമിയ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ പേഷ്യൻസിനും മറ്റ് ക്യാൻസർ പേഷ്യൻസിനും ഒക്കെ ട്രീറ്റ്മെന്റുകളിൽ ഈ പ്ലേറ്റ്ലെറ്റ്സിനെ യൂസ് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. എന്താ വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെ, അല്ലെങ്കിൽ WBC എന്ന് പറയുന്നു. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ അല്ലെ, രോഗബാധിതരായ പേഷ്യൻസിൽ അവർക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ രോഗത്തിനെതിരെ എന്ത് ചെയ്യുന്നു, ഫൈറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ തടയാനായിട്ട് അല്ലെ, ഒരു ഡിഫൻസ് ആണ് അവിടെ നടക്കുന്നത്. എന്താണ്? രോഗപ്രതിരോധ ശേഷി നൽകുകയും ചെയ്യുന്ന ബ്ലഡ് സെല്ലാണ് എന്തെന്ന് പറയുന്നത്, വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. ഞാൻ പ്ലാസ്മയുടെ കേസ് പറഞ്ഞല്ലോ. പ്ലാസ്മ എന്താണ്? വാട്ടറി ഫ്ലൂയിഡ് ആണ് അല്ലെ, ബ്ലഡിലെ ഒരു ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. ഈ പ്ലാസ്മയുടെ ഉള്ളിലാണ് ഈ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് പോലെയുള്ള മറ്റ് കോശങ്ങളെല്ലാം കാണുന്നത് പ്ലാസ്മയുടെ ഉള്ളിലായിരിക്കും. ഈ പ്ലാസ്മയാണ് എന്ത്, ഇങ്ങനെയുള്ള എല്ലാ ബോഡി പാർട്സിലോട്ടും നമ്മുടെ ബോഡി പാർട്സിലോട്ടും ബ്ലഡ് സ്ട്രീം വഴി ഈ സെൽസിനെ എല്ലാം ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. ദെൻ പ്ലാസ്മയുടെ പ്രധാന 3 ഫങ്ഷൻസ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. എന്താണ്? ബ്ലഡ് കോട്ടിങ്ങിന് അല്ലെങ്കിൽ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകളെ പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം, നമ്മുടെ ശരീരത്തിലെ സോഡിയം പൊട്ടാസ്യം ലെവലിനെ ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, പിന്നെ ഏതൊക്കെയാ പഠിച്ചേ? ബ്ലഡ് ബാങ്കിങ് നമ്മൾ പഠിച്ചു അല്ലെ. ബ്ലഡ് ബാങ്കിങ്ങില് ഏതൊക്കെ ടെസ്റ്റുകളാണ് നടത്തുന്നത് പഠിച്ചു. ഞാൻ എന്താ പഠിച്ചത്? അതില് ABO എന്ന് പറയുന്ന ABO എന്ന് പറയുന്ന 4 ബ്ലഡ് ഗ്രൂപ്പുകളെ നമ്മൾ എന്ത് ചെയ്തു, ഗ്രൂപ്പായിട്ട് തിരിച്ച് ഓരോന്നും ഏത് ആന്റിജൻ വരുന്നു, ഏത് ആന്റിബോഡി വരുന്നു, ഡോണർ ആരാണ്, റെസിപ്പിയന്റ് ആരാണ്, നമുക്ക് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു അല്ലെ. അപ്പോ എന്താണ് ഇന്ന് നമ്മൾ പഠിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല മിസ്, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നമ്മളിപ്പോ ഓൾ മ്യൂട്ട് ചെയ്താണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ടൈമില് എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ആ പോയിന്റ് ഒന്നും കൂടി ക്ലിയർ ആക്കി തരാമോ എന്നൊക്കെ ചോദിക്കാൻ നിങ്ങളൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളത് അപ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് നമുക്ക് കൊടുക്കാം. സ്പീഡ് കൂടുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിലോ ഒക്കെ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇന്നെടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ആർക്കെങ്കിലും ഉണ്ടോ? മിസ്, ഗ്രൂപ്പ് ആക്കി തിരിച്ചില്ലേ ബ്ലഡ്സിനെ? അത് ആ കള്ളിയില് അതിൽ ആ റെസിപ്പിയന്റിന്റെ B ഗ്രൂപ്പില് റെസിപ്പിയന്റിന്റെ എന്താന്ന്? B ഗ്രൂപ്പിലെ റെസിപ്പിയൻസ് എയിൽ ഏതാ വന്നത്? Aയും Oയും അല്ലെ. ഈ Bയില് B ആന്റിജൻ ആണുള്ളത്. ഓക്കെ, അപ്പൊ B ആന്റിജൻ ആകുമ്പോ ഈ B ആന്റിജൻ മാത്രമുള്ള ആരെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും ഉണ്ടോ B ആന്റിജൻ മാത്രമുള്ളത്? B മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ B ഒരു റെസിപ്പിയന്റ് ആണ്. ഓക്കെ, റെസിപ്പിയൻസിൽ B എഴുതാം നമുക്ക്. ഇനി എന്താണ് രണ്ടാമത് കണ്ടീഷൻ പറഞ്ഞത്? ആന്റിജൻ ഇല്ലാത്തവരിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആന്റിജൻ ഇല്ലാത്ത ആരാണ് ആ ഗ്രൂപ്പിലുള്ളത്? O ആണ്. അപ്പൊ Bയുടെ റെസിപ്പിയൻസിൽ ആരൊക്കെ വരും? Bയും വരും, Oയും വരും. ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ 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 ഓക്കെ, അപ്പൊ അത് നമ്മള് നിങ്ങൾക്കിപ്പോ ഇതില് ക്വസ്റ്റ്യൻസ് പ്രധാനമായിട്ടും ആന്റിജൻ ഏതാണ്, ആന്റിബോഡി ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. എന്നാൽ എന്താണ്, ഞാൻ 4 പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു തന്നില്ലേ? യൂണിവേഴ്സൽ ഡോണർ ഏതാണ്, യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഏതാണ്, ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ്, ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് അല്ലെ, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരും. അതുകൊണ്ടാണ് ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ ഈ ഒരു കോളം വരച്ച് തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചത്. ഇനി വരുന്ന ഒരു ഫർദർ ക്ലാസ്സിലും ഇതിനുമായി സംബന്ധിച്ച കുറച്ച് പഠിക്കാനുണ്ട്.
യൂണിവേഴ്സൽ റെസിപ്പിയന്റിൽ ഏതാ വരുന്നത്? യൂണിവേഴ്സൽ ഡോണർ ഓ ഗ്രൂപ്പ് ആണ്. യൂണിവേഴ്സൽ ഡോണർ റെസിപ്പിയന്റ് ഏതാണ്? ഓ ആണ് അല്ലെ? റെസിപ്പിയന്റ് നിങ്ങൾ ആ ബോക്സ് വരച്ചിരിക്കുന്നത് നോക്കിയേ. എല്ലാവരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? എല്ലാവരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുന്നത് ഏതാണ്? ഓ ആണോ? എ ബി അല്ലെ? എ ബി ആണ് എല്ലാവരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുന്ന റെസിപ്പിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആരാണ്? എ ബി ആണ്. ഓ എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പാണ്? എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പൊ യൂണിവേഴ്സൽ ഡോണർ ശരിയാണ്. യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത് ഓ, യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയുന്നത് ഏതാണ്? എ ബിയുമാണ്. ക്ലിയർ ആയോ? യെസ് മാം. ഓക്കെ, അപ്പൊ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഓക്കെ ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am.